ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇതാ ഞാൻ വീണ്ടും ഒരു കേക്ക് റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയറിന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അത് മിസ് ചെയ്യരുത്. ഇതിൽ ഞാൻ എഗ്സ് യൂസ് ചെയ്യുന്നില്ല, പിന്നെ ഷുഗർ യൂസ് ചെയ്യുന്നില്ല, പിന്നെ സോക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഞാൻ ഓറഞ്ച് ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്, വൈൻ അതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ലൊരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഓവൻ ഇല്ലാത്തവർക്കും ഇത് ചെയ്തെടുക്കാൻ പറ്റും, കാരണം ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. എല്ലാവരും എല്ലാം ചെയ്ത് നോക്കുന്ന കാരണം ഇതെല്ലാം കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തതൊന്ന് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ആയിരിക്കും. അതിന് പകരം നിങ്ങൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്തും ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഒരു മിക്സിംഗ് ബൗളിലേക്ക് തൈര് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ബ്രൗൺ ഷുഗർ ചേർക്കാം. നിങ്ങൾക്കിതില്ലെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്ത് കൂടെ ചേർക്കാവുന്നതാണ്. ഇതിട്ടാൽ ഒരു ഗുണമുള്ളത്, നമുക്ക് കളറിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വൈറ്റ് ഷുഗർ ചേർക്കണമെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കണം, പിന്നെ കാരമലൈസും ചെയ്യേണ്ടി വരും. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ മൈദ നമുക്ക് എടുത്തിട്ട് ഒന്ന് ചലിച്ചെടുക്കണം. വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർക്കാം. ഇളം ചൂടുള്ള പാലാണത്. ഞാൻ ഇട്ടിരിക്കുന്ന മെഷർമെൻറ്റ്സ് അതേപോലെ തന്നെ എടുക്കുക. ഞാൻ ആ പറഞ്ഞ മെഷർമെൻറ്റിൻ്റെ ഡബിൾ ദ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത്, കാരണം എനിക്ക് വലിയൊരു കേക്കായിരുന്നു ആവശ്യം. വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ ചേർക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് സോഡ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏലക്കപ്പൊടി ചേർക്കാം. പട്ടപ്പൊടി, പിന്നെ ജാതിക്ക പൊടിച്ചത്, ഇതെല്ലാം ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. പിന്നെ വനില എസൻസും എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന നട്ട്സാണിത്. ഇന്ന് ഞാൻ എടുക്കുന്നത് കാഷ്യൂസ്, ആൽമണ്ട്സ്, പിസ്താഷ്യൂസ്, കൂടാതെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, കറുത്ത മുന്തിരി, ഗോൾഡൻ മുന്തിരി, പിന്നെ കുറച്ച് ചെറീസ്, ചോക്കോ ചിപ്സ്, ഡേറ്റ്സ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞുണ്ടെങ്കിൽ അതും ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ആപ്രിക്കോട്ട്, ഫിഗ് എല്ലാം തന്നെ ഇതിൽ ചേർക്കാവുന്നതാണ്. എന്താ കയ്യിൽ അവൈലബിൾ അത് ചേർക്കുക. ഓൾറെഡി ഞാൻ കേക്ക് ടിൻ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
മേലെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ നട്ട്സ്, ചോക്കോ ചിപ്സ് എല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ. ഓൾറെഡി പ്രഷർ കുക്കർ 10 മിനിറ്റ്സ് ആയിട്ട് പ്രീഹീറ്റ് ചെയ്ത് കിടക്കുകയാണ്. 1.5 കപ്പ് ഉപ്പിട്ടിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കേക്ക് ടിൻ വെക്കാം. എപ്പോഴും പറയുന്ന പോലെ ഗ്യാസ്കറ്റ് ആൻഡ് വിസിൽ ആവശ്യമില്ല. ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് കൂളായിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ടുവരും, ഈസി ആയിട്ട്. ബട്ടർ പേപ്പർ എടുക്കാം. നമ്മുടെ സൂപ്പർ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക. കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേക്ക്. കണ്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഓൾ.